ക്യാരക്ടറിന് സിനിമ എന്നുള്ളൊരു പാഷൻ അത് ചെറുപ്പത്തിലുണ്ടായിരുന്ന ഒരു ആഗ്രഹത്തെ പറ്റി പറയുന്നുണ്ട്. പിന്നെ ആള് സ്ട്രഗിൾ ചെയ്തു ഈ ഒരു പ്രശ്നം കാരണം. പിന്നെ ക്യാമറ ഫേസ് ചെയ്യാനായിട്ടുള്ള പേടി. പക്ഷെ വീണ്ടും ഒരു ആക്ടർ ഓറിയന്റഡ് എന്നുള്ള രീതിയിലേക്ക് ക്യാരക്ടറിനെ കൊണ്ടുപോകാനുള്ള ആ ഒരു മോട്ടീവ് എന്തായിരുന്നു? അതിൻ്റെ മോട്ടീവ് അതായത് ഫോട്ടോ എടുക്കാൻ പേടിയുള്ള ഒരാൾ. ഫോട്ടോ എന്ന് പറയുന്നൊരു ഫ്രെയിമാണ്. ആ ഫ്രെയിമിൻ്റെ എക്സ്ട്രീം എന്ന് പറയുന്നത് ഒരു വീഡിയോ, ഐ മീൻ 24 ഫ്രെയിംസ് ഒരു സെക്കൻഡ് വീഡിയോ. അതെന്താ മാക്സിമം ഇതിൽ വരിക? അത് സിനിമ. അപ്പോൾ ഫോട്ടോ എടുക്കാൻ പേടിയുള്ള ഒരാൾക്ക് സിനിമ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നതാണ് ഇതിൻ്റെ ഹൈ. ഒരു ക്യാമറയിൽ ഫോട്ടോ എടുക്കാൻ പേടിയുള്ള ഒരാൾ സിനിമ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് സിനിമ വെച്ചിരിക്കുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളിലാണ് എനിക്ക് പറയാൻ ഞാൻ സ്ട്രോങ്ങറായിട്ട് എപ്പോഴും ഫീൽ ചെയ്യും. ഞാൻ അതിലാണ് സ്ട്രോങ്. എനിക്കറിയാത്ത കാര്യങ്ങൾ എനിക്ക് പറയാൻ അറിയില്ല, എന്നെ കൊണ്ട് പറ്റുമോ എനിക്ക് അറിയത്തില്ല. അപ്പം ഞാൻ സിനിമയ്ക്ക് വന്ന സമയം തൊട്ട് സിനിമയിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നു, ഞാൻ കേൾക്കുന്നവരുള്ള കാര്യങ്ങൾ പറയാൻ എനിക്ക് തോന്നി. ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് പോയിട്ടുണ്ട്, ഞാൻ സൂപ്പർ മാർക്കറ്റിൽ ബില്ല് ചെയ്തിട്ടുണ്ട്, സെയിൽസിലുണ്ട്, പ്രൈവറ്റ് ഡിറ്റക്റ്റീവായിട്ട് നടന്നിട്ടുണ്ട്. പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് പറഞ്ഞാൽ ജോലിക്കൊക്കെ അപ്ലൈ ചെയ്യുമല്ലോ, മറ്റേ IT ഫീൽഡിൽ. അപ്പോൾ പിന്നെ വീട്ടിലൊക്കെ പോയിട്ട് അന്വേഷിച്ച് നമ്മൾ എഴുതി കൊടുക്കണം. അങ്ങനെ എല്ലാ ജോലിക്കും ഞാൻ പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കണ്ടൊരു കാഴ്ചകളുണ്ട്, പ്ലസ് അപ്പു കണ്ട കാഴ്ചകളുണ്ട്. അപ്പുവിൻ്റെ ചുറ്റുപാടിൽ നിന്നുണ്ടാക്കിയ അപ്പുവിൻ്റെ നാട്ടിലെ സിനിമാ കമ്പം, ഇപ്പോൾ പാലക്കാടിലെ സിനിമാ കമ്പം. അപ്പോൾ അതിന്നൊക്കെയാണ് നമ്മൾ ഇൻസ്പയർ ചെയ്ത് എഴുതിയത്. ചോദ്യം എന്താ ചോദിച്ചാൽ ഞാൻ മറന്നുപോയി. ഈ ഒരു ക്യാരക്ടറിനെ ആക്ടിങ് അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ സിനിമയിലേക്ക് വന്നാലേ ഒരു ഫോട്ടോ എടുക്കാൻ പേടിയുള്ള ആൾ സിനിമയിലേക്ക് വരുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിൽ ഏറ്റവും. കാരണം അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരുത്തിൻ്റെ കൂടെയാണല്ലോ ആഗ്രഹിക്കുമ്പോൾ ഏറ്റവും ഹൈ ആയിട്ട് ആഗ്രഹിക്കുന്നത്. പിന്നെ സിനിമ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ എന്തൊക്കെയാണ് അവിടുത്തെ ലുക്കും ഫീലും എല്ലാം അവിടുത്തെ കാര്യങ്ങളാണ്. അപ്പോൾ അവിടേക്ക് അയാൾ ആഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോൾ ഉണ്ടാവുന്നതാണ് ഏറ്റവും ഒരു ഡ്രൈവ് ഫാക്ടർ ഉള്ളൂ. ഇല്ലെങ്കിൽ അതിലൊരു ഡ്രൈവ് ഉണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. അതുകൊണ്ടാണ് സിനിമയിലേക്ക് പ്ലേസ് ചെയ്തത്. പിന്നെ ഇതിൽ എനിക്ക് കണ്ടപ്പോൾ തോന്നി കളിയാക്കലിന് തന്നെ 2 വിധങ്ങളുണ്ട്. ഒന്ന് നല്ല രീതിയിലുള്ളതും മോശം രീതിയിലുള്ളതും. ഇപ്പോൾ ഈ ജ്യോതിഷ് എന്ന കഥാപാത്രത്തെ പാൻഡ എന്ന് വിളിക്കുന്നു, അതുപോലെ തന്നെ മനോജ് മോസസ് അവതരിപ്പിച്ച ക്യാരക്ടറിനെ മിന്നൽ എന്ന് വിളിക്കുന്നുണ്ട്. അതിൽ തന്നെ ആ ഡയലോഗ്സിലൂടെ തന്നെ അത് പ്രോപ്പറായിട്ട് പറയുന്നുണ്ട്, നീ അത്രയും വേഗത്തിൽ ഓടുന്നുണ്ട്. അതൊരു കോംപ്ലിമെൻ്റ് എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇത് രണ്ടും, ഈ 2 പെർസ്പെക്റ്റീവും പ്രേക്ഷകരിലേക്ക് എത്തിക്കാനാണ് ആ 2 തരത്തിലുള്ള കളിയാക്കലും ഫേസ് ചെയ്തത് തന്നെ. അതെ, ഒരു കഥ പറയുമ്പോൾ അതിൻ്റെ എല്ലാ ഏരിയയും ടച്ച് ചെയ്യണം. അപ്പോൾ ഞാൻ എന്തിനെങ്കിലും ബേസ് ചെയ്തിട്ടൊരു കഥ പറയുന്നു, ഒരു നാടിനെ കുറിച്ച് ബേസ് ചെയ്യുമ്പോൾ ആ നാട്ടുകാരെ കുറിച്ച് പറയണം. നാട്ടുകാരെ കുറിച്ച് പറയുമ്പോൾ അവൻ്റെ വീട്ടുകാരെ കുറിച്ച് പറയണം. വീട്ടുകാരെ കുറിച്ച് പറയുമ്പോൾ അവൻ്റെ അതിനകത്തുള്ള ആളുകളെ കുറിച്ച് എല്ലാം പറയണം. അപ്പോൾ കളിയാക്കലുകളെ കുറിച്ച് പറയുമ്പോൾ കളിയാക്കലിൻ്റെ എല്ലാ വശങ്ങളും പറയണമല്ലോ. അങ്ങനെയുള്ള ഒരു സ്ക്രിപ്റ്റ് എഴുതുന്നുണ്ട്. അപ്പം ഞങ്ങൾ എപ്പോഴും ഞാനും അപ്പം കൂടെ ഒരു ഡിസ്കഷൻ വന്നിട്ടുണ്ടായിരുന്നു. സച്ചിനെ ലിറ്റിൽ മാസ്റ്റർ എന്നാണ് അങ്ങനെ എന്തോ ഒരു പേര് വിളിക്കുക. അപ്പോൾ അത് പ്രൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഒരു കുളനെ കുള എന്ന് വിളിക്കുമ്പോൾ അത് പ്രശ്നം അയാൾക്ക്. ഇത് രണ്ടിനും വ്യത്യാസമുണ്ട്. പക്ഷേ ഇത് നമ്മളങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് പറയാൻ പാടില്ല. ഐ മീൻ സിനിമയിൽ കൂടെ അങ്ങനെ ഇതാണ് ഉദ്ദേശിക്കുന്നത്, ഇത് ഇങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ക്ലാസ് എടുക്കുന്നതിനെക്കാട്ടി കുറച്ചുകൂടെ ബെറ്റർ എന്ന് എനിക്ക് തോന്നിയത് ഒരു സിറ്റുവേഷനിൽ അത് വന്ന് പോട്ടെ, അത് ഓർഗാനിക്കലി വരട്ടെ എന്നുള്ള. അപ്പോൾ ആ സീനൊക്കെ ആക്ച്വലി ഞങ്ങൾ വലിയ വർക്ക് ചെയ്ത് എഴുതി, ഐ മീൻ അതൊന്നും അങ്ങനെ അപ്ഡേറ്റ്, അതൊക്കെ നേരത്തെ തന്നെ ഉള്ള ഡ്രാഫ്റ്റിൽ ഉണ്ടായിരുന്ന പരിപാടികളാണ്. ഞങ്ങൾ അതിലേക്ക് ഷേപ്പ് ചെയ്തു എന്നേ ഉള്ളൂ. കാരണം പിന്നെ തല്ല് പിരിച്ചു വിടാൻ വെള്ളം കോരി ഒഴിക്കണ്ടല്ലോ, അതൊക്കെയായിരുന്നു അപ്ഡേറ്റ് ചെയ്ത് വന്ന സാധനങ്ങൾ. അപ്പോൾ പറഞ്ഞു വന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് ഓർഗാനിക്കലി വരണം, എന്ന ആളുകൾക്ക് ഇത് മനസ്സിലാവും വേണം. പിന്നെ ഇതെന്തുകൊണ്ട് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഒരു കണ്ടന്റ് എടുക്കുമ്പോൾ അതിൻ്റെ എല്ലാ വശങ്ങളും പറയണം. അത് മാക്സിമം ശ്രമിക്കുക കണ്ടന്റ് വൈസ്. അത് എങ്ങനെ പറയണം എന്നുള്ളത് ആ സീനാണ് കാണിച്ചത്. അതുകൊണ്ടാണ് അത് വെച്ചത്. ഓക്കെ. ഇപ്പം ഈ തിയേറ്റർ റിലീസ് നോക്കിക്കഴിഞ്ഞാൽ 2ാമത്തെ സിനിമയാണ്, അല്ലാതെ 3ാമത്തെ സിനിമ. അപ്പം ഒരു സംവിധായകനെ സംബന്ധിച്ചിടത്തോളം 2ാമത്തെ സിനിമ വളരെ ക്രൂഷ്യലാണെന്ന് പറയാറുണ്ട്. ആദ്യത്തെ സിനിമ നമ്മൾ സിനിമ ഇൻഡസ്ട്രിയിൽ വന്ന് സ്ഥാനം ഉറപ്പിച്ചു, 2ാമത്തേത് വളരെ ക്രൂഷ്യലായിരിക്കുമല്ലോ. അഖിലിനെ സംബന്ധിച്ച് ഈ 2ാമത്തെ സിനിമ, അതിൻ്റെ ആ ഒരു ടെൻഷനും അതൊക്കെ ഉണ്ടായിരുന്നോ? ടെൻഷൻ നല്ലപോലെ ഉണ്ടായിരുന്നു. ഇനി സിനിമ ചെയ്യുമ്പോഴും ടെൻഷൻ ഉണ്ട്. കാരണം ഈ സിനിമ ചെയ്യുമ്പോഴും 2ാമത്തെ സിനിമ എന്നുള്ളതിനെക്കാട്ടിയും ഈ സിനിമ ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ സിനിമേൻ്റെ പേരിൽ അറിയപ്പെടുന്നു, അടുത്ത സിനിമ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ അടുത്ത സിനിമേൻ്റെ പേരിലായിരിക്കും, ചിലപ്പോൾ അടുത്ത സിനിമ ചെയ്യുന്ന സമയത്ത് അത് മോശമായി പോയി കഴിഞ്ഞാൽ അതെനിക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അടുത്ത സിനിമ ചെയ്യുമ്പോഴും ഇതേ പ്രശ്നം. എല്ലാ സിനിമയും എൻ്റെ ആദ്യത്തെ അവസാനത്തെ സിനിമയാണ്. എൻ്റെ ആദ്യത്തെ സിനിമ എൻ്റെ അവസാന സിനിമ. ചിലപ്പോൾ എനിക്ക് സിനിമ ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. ആ മൈൻഡ് സെറ്റിലാണ് എല്ലാ സിനിമകളും വർക്ക് ചെയ്യുന്നത്. പാർച്ചനെ അങ്ങനെ തന്നെയാണ് വർക്ക് ചെയ്തത്. കാരണം
അപ്പോൾ ഷൂട്ടിൻ്റെ സമയത്ത് ഓരോ ദിവസവും നമ്മൾ എന്താ പറയുക ട്രൈ ചെയ്യുന്നത് മാക്സിമം സീൻ ഭംഗിയാക്കാനും എല്ലാം ചെയ്യാനും വേണ്ടിയിട്ടാണ്. പക്ഷേ ചില സമയത്ത് സാഹചര്യങ്ങൾ മോശമാവാം, സിറ്റുവേഷൻസ് മോശമാവാം. എന്താണ് ഇപ്പോൾ കൊറോണ ആയിരുന്നു അന്നത്തെ ഏറ്റവും വലിയ വില്ലൻ, അതും ഭയങ്കര ബുദ്ധിമുട്ടായി. ഈ സിനിമ ചെയ്യുമ്പോഴും ഇതേ ടെൻഷനും പ്രഷറും എല്ലാം ഉണ്ട്. ഇത് കൂടുന്നു അല്ലാതെ ഇത് കുറയുന്നില്ല. സ്ക്രിപ്റ്റ് എഴുതുമ്പോഴും ഇതേ ടെൻഷനാണ്. കാരണം ഇപ്പം ഞാനിവിടെ ഒരാളിനെ ഉള്ള ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇത് തെറ്റാണോ എന്ന് എനിക്ക് പേടിയുണ്ട്. ഇപ്പോൾ ഇൻ്റർവ്യൂവിൽ പറഞ്ഞത് ഇത് കറക്റ്റായോ എന്നൊരു പേടിയുണ്ട്. അപ്പോൾ ആലോചിച്ച് ഇത് എഴുതുമ്പോഴുള്ള ടെൻഷൻ എവിടെയെങ്കിലും റോങ് ആയാൽ, കാരണം ആളുകൾ ക്രിട്ടിസൈസ് ചെയ്യുന്നു എന്നതിനേക്കാൾ ഉപരി ഞാൻ കാരണം ഒരാൾക്ക് ഉണ്ടാവുന്ന വിഷമം ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം നമ്മളൊരാളിൽ ഇപ്പോൾ ഞാൻ തെറ്റ് ചെയ്തു അയാളുടെ അടുത്ത് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കുറച്ച് ദിവസം കഴിഞ്ഞാൽ ചിലപ്പോൾ മായുമായിരിക്കും, മായില്ലായിരിക്കും. പക്ഷെ ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞ ഒരു വേർഡ് ഞാനത് കറക്റ്റായിട്ടാണ് പറഞ്ഞത്. ഞാനതിൽ എന്താ പറയുക, ഞാനത് കറക്റ്റായിട്ടാണ് പറഞ്ഞതെന്നൊരു റെഫറൻസ് ആയിട്ടാണ് ഞാനത് പറഞ്ഞതൊരു ബോധ്യമുണ്ട്. പക്ഷെ അതല്ലാതെ വരുമ്പോൾ അയാളെ ബാധിക്കുമോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ട്. അപ്പോൾ അത് ഇനിയിപ്പോൾ അടുത്ത സിനിമ ചെയ്യുമ്പോഴും ഉണ്ട്. അടുത്ത സിനിമ ചെയ്യുമ്പോഴും ഞാനിപ്പോൾ ചെയ്തു വെച്ച 3 സിനിമകളിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പാലിക്കപ്പെടണം അടുത്ത സിനിമയിൽ. അപ്പോൾ വലിയൊരു റെസ്പോൺസിബിലിറ്റിയാണ്. അതിൽ തമാശയ്ക്ക് പോലും അല്ലെങ്കിൽ ചുമ്മാ ഒരു സീനിൽ പോലും അനാവശ്യമായിട്ട് വന്നു കഴിഞ്ഞാൽ പ്രശ്നമാണ്. അപ്പോൾ അതിൻ്റെ ഭയങ്കര ടെൻഷൻ ഉണ്ട്. നമ്മൾ എഴുത്തിലാണ് ഏറ്റവും കൂടുതൽ ടെൻഷൻ. കാരണം എഴുത്ത് സ്ട്രോങ് ആയി കഴിഞ്ഞാൽ അടുത്തതെല്ലാം ഓക്കെ സ്ട്രോങ് ആയിട്ട് പോകുമെന്ന് എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. അതിന് എൻ്റെ ഫസ്റ്റ് സിനിമ കഴിഞ്ഞ് പഠിച്ചൊരു പാഠം ബേസ്മെൻറ്റ് ഒക്കെ ആക്കുക എന്നുള്ളതാണ്.